ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ തുടർന്നുള്ള ഭാഗമാണ്. 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കാൽക്കുലേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനൊക്കെയാണ് പഠിച്ചത്. ഇനി ഇതിൽ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണുക? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. താഴെ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ സെയിൽസ് 1,20,000, സെയിൽസ് റിട്ടേൺസ് 6,000, കോസ്റ്റ് ഓഫ് സെയിൽസ് 80,000, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 5,500. നോക്കുക, നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് കാണണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് എത്രയാണ്? 1,20,000. നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. 1,20,000 6,000 മൈനസ് ചെയ്യുക, 1,14,000 കിട്ടും. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര? 80,000. അപ്പോൾ 1,14,000 മൈനസ് 80,000 ഈസ് ഈക്വൽ ടു 34,000. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 34,000. പിന്നെ അതർ ഇൻകം ഒന്നുമില്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 5,500 ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആൻസർ എത്രയുണ്ട്? 28,500. ഈ രീതിയിലാണ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിനകത്ത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോയിങ്. സെയിൽസ് ലെസ് റിട്ടേൺസ്. സെയിൽസ് എന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് 1,30,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 25,000. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 20,000. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ അതിന് ആദ്യം നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് ക്വസ്റ്റ്യൻ 2,30,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 50,000 കിട്ടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50,000 മൈനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 25,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒക്കെയാണ് ഏതായിട്ട് കണക്കാക്കുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 50,000 കിട്ടി മൈനസ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 25,000. അപ്പോൾ ആൻസർ എത്ര? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 25,000 രൂപ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് സെയിൽസ്. ക്വസ്റ്റ്യൻ നോക്കുക. എ ഫേം ഹാഡ് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹70,000 ആൻഡ് ഇറ്റ് ഹാഡ് ആൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ₹10,000. ഒരു ഫേം സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള 70,000 രൂപ വിലക്ക് സാധനം വാങ്ങി. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. ഇറ്റ്സ് സോൾഡ് എ പോർഷൻ ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ 75,000 അറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 20%. അതായത് 75,000 എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഭാഗം വിറ്റു. 20% ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് കാണണം. ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 20% ഓഫ് സെയിൽസ് ആണ്. സെയിൽസിൻ്റെ 20% എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് എത്രയാണ്? 75,000. 75,000ൻ്റെ 20% കാണും, 15,000 കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് സെയിൽസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിൻ്റെ എമൗണ്ട് എത്രയാണ്? പർച്ചേസിൻ്റെ എമൗണ്ട് 70,000, അതും ക്വസ്റ്റ്യനിലുണ്ട്. പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടു എത്രയാണ്? 15,000 മൈനസ് പിന്നെ സെയിൽസും പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ 75,000 മൈനസ് 75,000 ഈക്വൽ ടു 20,000. ഈ രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഗ്രോസ് പ്രോഫിറ്റും ഡെബിറ്റ് സൈഡിൽ എഴുതി, എന്നിട്ട് ബാലൻസിങ് ഫിഗർ 20,000. അതായത് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഗ്രോസ് പ്രോഫിറ്റും ടോട്ടൽ ചെയ്യുമ്പോൾ 95,000 കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 75,000 ഉള്ളൂ. അപ്പോൾ അതിന് മൈനസ് ചെയ്താൽ 20,000 ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് സെയിൽസ്.
ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. ഹെൽപ്പ് രാജു ഫോർ ഫൈൻഡിങ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഇയർ എൻഡഡ് 31 March 2005. രാജു എന്നുള്ള ആളെ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി സഹായിക്കുക എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺ, ക്ലോസ് സ്റ്റോക്ക്, ക്യാഷ് പർച്ചേസ് റിട്ടേൺ, ക്യാഷ് സെയിൽ, ക്യാരേജ് ഓൺ പർച്ചേസ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് എത്ര രൂപ? 20,000. പിന്നെ അതിനകത്ത് നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പർച്ചേസിൻ്റെ എമൗണ്ട് കൂട്ടുക. പർച്ചേസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യന് നോക്കുക എത്രയാണ് പർച്ചേസിൻ്റെ എമൗണ്ട് 9,500 ക്യാഷ് പർച്ചേസ്. അതുപോലെ തന്നെ പിന്നെ മറ്റൊന്നുണ്ട് ക്രെഡിറ്റ് പർച്ചേസ്. 2 പർച്ചേസും കൂടെ കൂട്ടുക, അതാണ് ടോട്ടൽ പർച്ചേസ്. 9,500 2,05,000 കൂടെ കൂട്ടുക. അതിന് ഏത് കുറക്കണം? പർച്ചേസ് റിട്ടേൺ 5,000 കുറക്കണം. അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതാണ്, ക്യാരേജ് ഓൺ പർച്ചേസ് ആണ് 5,000. അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് 25,000. അപ്പോൾ നമുക്ക് ആൻസർ എത്ര? 2,09,500. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണുക. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ആണ് അവിടെ. അതിനകത്ത് നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കൂട്ടണം? ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടുക. അതിന് എന്ത് ചെയ്യണം? അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3,90,000. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം. 2,09,500. അപ്പോൾ 1,80,500 എന്നുള്ള രീതിയിൽ ഗ്രോസ് പ്രോഫിറ്റ്.